സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനാക്കിയത് കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായെന്ന പി രാജീവ്. ഒരു സർക്കാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് UDF സർക്കാർ ചെയ്തത്. സോണിയാഗാന്ധിക്ക് വേണ്ടിയാണോ ഈ നിയമനമെന്നും പി രാജീവ് ചോദിച്ചു. അത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ കേസ് പൂർണ്ണമായും അട്ടിമറിക്കുന്നതിനും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനുമുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണ്. ഇത്രയും വിവാദമായ, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ ഈ നാടിന്റെ വിശ്വാസ സമൂഹത്തിന്റെ തന്നെ വല്ലാതെ ഉലച്ച ഒരു പ്രശ്നത്തിനകത്ത് പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരാളെ ഗവൺമെന്റിന്റെ വക്കീലായിട്ട്, പ്രത്യേകിച്ചും ദേവസ്വത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ എടുത്ത ഒരു തീരുമാനം എന്നുള്ളത് അത് അങ്ങേയറ്റം നിഗൂഢ നിറഞ്ഞ ഒരു കാര്യമാണ്.